Hi viewers, welcome back to English with Jeniji. Today I am going to tell you certain phrases, certain uses about how to congratulate or how to compliment people. എങ്ങനെയാണ് ജനങ്ങളെ കോംപ്ലിമെന്റ്, അപ്പം അഭിനന്ദിക്കുക. കൺഗ്രാജുലേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ്, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുകയാണ്. അപ്പം അഭിനന്ദനവുമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനുമോദനമുണ്ട്, പ്രശംസിക്കലുണ്ട്. ഇതിനൊക്കെ ചേർന്ന് വരുന്നതാണ് കൺഗ്രാജുലേറ്റ് ആൻഡ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. യു കൺഗ്രാജുലേറ്റ് പീപ്പിൾ വെൻ ദേ അച്ചീവ് സംതിങ്. ആൾക്കാർ എന്തെങ്കിലും നേടുമ്പോൾ, ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യും. ബട്ട് ദർ സ്കിൽ, അവരുടെ കഴിവുകളുണ്ട്, ദർ യു കോംപ്ലിമെന്റ്, അവരെ പ്രശംസിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ചെറിയൊരു വ്യത്യാസം തമ്മിൽ. അപ്പൊ നോക്കാം. ഇപ്പൊ രണ്ടുപേര് സംസാരിക്കുകയാണ് ത്രൂ ഫോൺ. ഹായ് ബഷീർ, ഐ ഹാവ് ബിക്കം എ ഫാദർ ഓഫ് എ ബേബി ഗേൾ. ഞാൻ ഒരു പെൺകുട്ടിയുടെ പിതാവായിരിക്കുന്നു. കൺഗ്രാറ്റ്സ് സാബു. ഇപ്പൊ സാബുവിനോട് പറയാണ് കൺഗ്രാറ്റ്സ് സാബു. സാബു ആണ് ആദ്യം ബഷീറിനെ വിളിച്ച് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു പെൺകുഞ്ഞിന്റെ പിതാവായിരിക്കുന്നു. അപ്പൊ കൺഗ്രാറ്റ്സ് പറയണം. താങ്ക് യു. അപ്പൊ അതിന് മറുപടി കൊടുക്കാം, താങ്ക് യു. ഇത് ഒരു സംഭാഷണം. ഇനി വേറൊരു അവസരം നോക്കുക, ഒരു കോണ്ടെക്സ്റ്റ്. ടീച്ചർ പറയാണ്, മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സക്സസ്. മായ. യു ബ്രോട്ട് ക്രെഡിറ്റ് ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം കുട്ടി പറയുന്നതാണ്, താങ്ക് യു മാഡം. അപ്പൊ ഈ ചോദ്യം ഉത്തരം വരുമ്പോൾ അവിടെ എങ്ങനെയാണ് കൺഗ്രാജുലേഷൻസ്. അപ്പം കൺഗ്രാറ്റ്സ് എന്നുള്ള ഷോർട്ട് ഫോം ഉപയോഗിക്കുക, കൺഗ്രാജുലേഷൻസ് എന്നുള്ള ഫുൾ ഫോം ഉപയോഗിക്കുക. ഇനി വേറൊരിത് അച്ഛനും മകനും കൂടിയുള്ളതാണ്. ഡാഡ്, ഐ ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ മ്യൂസിക് കോമ്പറ്റീഷൻ. വെൽ ഡൺ മൈ സൺ, യു ഡിസേർവ് ഇറ്റ്, കീപ് ഇറ്റ് അപ്പ്, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡാഡ്. ഇവിടെ കണ്ടില്ലേ, മകൻ പറയാണ്, ഞാൻ സംഗീത മത്സരത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം, ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പൊ അച്ഛൻ പറയുന്നു, അതിന് അനുമോദനം അറിയിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് വെൽ ഡൺ എന്നാണ് അവിടെ ഉപയോഗിച്ചത്, നന്നായിരിക്കുന്നു, വെൽ ഡൺ, യു ഡിസേർവ് ഇറ്റ്, നീ അതിന് അർഹനായവരാണ്. ആൻഡ് കീപ് ഇറ്റ് അപ്പ്, ഇത് ഇനിയുമുള്ള മത്സരങ്ങളിലും ഇതേ നില നീ തുടരണം. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് യു, ഞാൻ നിന്നെ ഓർത്തിട്ട്, എൻ്റെ മകൻ എന്ന രീതിയിൽ നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. ഇനി വേറൊരു രണ്ട് കൂട്ടുകാരികൾ തമ്മിലാണ്. ഹായ് ജാസ്മിൻ, ഐ ഹാവ് ഹേർഡ് ദാറ്റ് യു ഹാവ് ബീൻ ഇലക്റ്റഡ് ആസ് ദ ചെയർപേഴ്സൺ. താങ്ക് യു ശ്യാം. അവർ തമ്മിലുള്ളതാണ്. അപ്പം ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുത്തതിനുള്ള അഭിനന്ദനം അറിയിച്ചതിന് താങ്ക്സ് പറയാം. ഇനി കോംപ്ലിമെന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോംപ്ലിമെന്റ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് സ്കിൽസ്, നമ്മുടെ കഴിവുകളൊക്കെ വരുമ്പോൾ ആ കഴിവുകളെ അഭിനന്ദിക്കുകയാണ്. അപ്പൊ അതൊരു അനുമോദനം അല്ലെങ്കിൽ പ്രശംസയാണ്. യുവർ സ്പീച്ച് വാസ് ഫാന്റാസ്റ്റിക്, ഇൻസ്പയറിംഗ്, പ്ലീസ് ആക്സെപ്റ്റ് മൈ കോംപ്ലിമെന്റ്സ്, ഇറ്റ്സ് വെരി നൈസ് ടു സേ സോ. അപ്പൊ ഇവിടെ എന്താണ്, ആ പ്രസംഗം നടത്തി, അത് ഗംഭീരമായിരുന്നു, അത് ഫാന്റാസ്റ്റിക് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻസ്പയറിംഗ്, അത് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കുന്നതും കൂടിയാണ്. അപ്പോൾ എൻ്റെ അനുമോദനങ്ങൾ സ്വീകരിച്ചാലും എന്നാണ്. ദെൻ യു സി, ഇറ്റ്സ് വെരി നൈസ് ഓഫ് യു ടു സേ സോ മീൻസ് ചിലപ്പോൾ നമ്മൾ വിനയത്തോട് വരാം. അങ്ങനെയൊക്കെ പറയുമ്പം അത് അങ്ങയുടെ കാരുണ്യമാണ്, അങ്ങയുടെ ആ ദയാലുവായ അങ്ങ് അത്രയും കാരുണ്യവാനായതുകൊണ്ടാണ് എന്നെ പ്രശംസിക്കുന്നത് എന്നാണ്. ഇറ്റ് ഈസ് നൈസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി മീൽസിനെ കുറിച്ച് പറയും. ദിസ് പായസം ഈസ് വെരി ടേസ്റ്റി, ഡെലീഷ്യസ്, റിയലി യു ആർ എ വണ്ടർഫുൾ കുക്ക്. അപ്പൊ മറ്റേ പറയും, ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. കുഡ് യു പ്ലീസ് ഗിവ് മീ ദ റെസിപ്പി ഫോർ ദ പായസം? ആക്ച്വലി ദിസ് ഈസ് മൈ മമ്മീസ് റെസിപ്പി. ഇവിടെ നോക്ക്, രണ്ട് കൂട്ടുകാരികൾ തമ്മിലുള്ളതാണ്. അപ്പൊ എന്താ പറയുന്നത്, വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു, അത് പായസമാണ് കഴിച്ച, പായസം ഗംഭീരമായിരിക്കുന്ന, യുവർ പായസം ഈസ് വെരി ടേസ്റ്റി. അത് തന്നെ ഒന്നുകൂടി പറയുന്നത് ഡെലീഷ്യസ്. അപ്പോൾ വാസ്തവമാണോ? റിയലി? അങ്ങനെ ഒരു വിനയത്തോടു കൂടി ചോദിക്കുന്നതാണ്. റിയലി നീ ഒരു വണ്ടർഫുൾ കുക്കാണ്, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ദെൻ ഞാനതൊരു പ്രശംസയായിട്ട്, ഒരു അനുമോദനമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. അപ്പൊ മറ്റേയാൾ പറയുന്നത്, കുഡ് യു പ്ലീസ് ഗിവ് മീ ദ റെസിപ്പി, ആ റെസിപ്പി, എനിക്ക് ഇതിന്റെ പാചക വിധിയും തരുമോ? അപ്പൊ മറ്റേയാൾ പറയുന്നത്, ഓഫ് കോഴ്സ് ദിസ് ഈസ് മൈ മമ്മീസ് റെസിപ്പി, ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണെന്നാണ് പറയുന്നത്. ഇനി വേറൊന്ന്, ഡ്രസ്സും അപ്പിയറൻസും കാണുമ്പോൾ അവിടെയും നമുക്ക് കോംപ്ലിമെന്റ് കൊടുക്കാൻ പറ്റും. ദി ഷർട്ട് ആൻഡ് പാൻസ് മാച്ച് വെൽ, യു ലുക്ക് വെരി സ്മാർട്ട് ടുഡേ. എന്താ അതിന്റെ അർത്ഥം? ഈ ഷർട്ടും പാൻറ് ഇട്ട് കഴിഞ്ഞപ്പം ഇത് നന്നായിട്ട് നിനക്ക്, ആ ഷർട്ടും പാൻറ്റും മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞപ്പം യു ലുക്ക് വെരി സ്മാർട്ട് ടുഡേ, നല്ല യോജിക്കുന്നുണ്ട്. ഐ മസ്റ്റ് സേ, ഞാനിത് പറഞ്ഞേ പറ്റൂ, ഐ മസ്റ്റ് സേ യു ലുക്ക് സ്മാർട്ട് ടുഡേ, താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്സ്. അപ്പൊ അവിടെ താങ്കളുടെ അനുമോദനത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇനി വേറൊന്ന്, ദിസ് ഡ്രസ് ഡസൻ സ്യൂട്ട് യു. ഈ ഡ്രസ് ഉണ്ടല്ലോ, നിനക്കത് ചേരുന്നില്ല. ഡ്രസ് സ്യൂട്ട്, അപ്പൊ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ചേരുന്നില്ല എന്നാണ്. ദിസ് ബ്ലൗസ് ഡസൻറ്റ് മാച്ച് ദ സാരി. ദിസ് ബ്ലൗസ് ഡസൻറ്റ് മാച്ച് യുവർ സാരി മീൻസ്
മീൻസ് നിന്റെ ഈ ഉടുത്തിരിക്കുന്ന സാരിയും ബ്ലൗസും മാച്ച് ചെയ്യുന്നില്ല, ആ കളർ തമ്മിൽ അങ്ങോട്ട് മാച്ച് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് മാച്ചിങ് എന്നും പറയും. ദേ ആർ നോട്ട് മാച്ചിങ്. ബട്ട് ദാറ്റ് ഡ്രസ്, വേറൊരു ഡ്രസ്സ് കാണിച്ചിട്ട് പറയാം, ദാറ്റ് ഡ്രസ് വിൽ സ്യൂട്ട് യു വെൽ. ആ മറ്റേ ഡ്രസ്സ് ഉണ്ടല്ലോ അത് നിനക്ക് നന്നായി ചേരും. ഓക്കെ, ഇഫ് സോ ഐ വിൽ ചേഞ്ച് ദ ഡ്രസ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഡ്രസ്സ് ഇത് മാറ്റാം. ഇനി വേറൊന്ന്, ദിസ് ടീ-ഷർട്ട് ഫിറ്റ്സ് യു വെൽ. അപ്പൊ നേരത്തെ സ്യൂട്ട്സ് യു എന്ന് പറഞ്ഞാൽ ചേരുന്നതാണ്, ശരീരത്തിന്, നിന്റെ ശരീരത്തിന്റെ നിറത്തിനോടൊക്കെ ചേർന്ന് വരുന്നതിനാണ് സ്യൂട്ട് എന്ന് പറയാം, നിനക്ക് യോജിക്കുന്നതാണ്. ഫിറ്റ്സ് യു വെൽ മീൻസ് ഇത് ശരീരത്തിൽ, നിന്റെ ശരീരത്തിൽ പാകമാണ്, അളവ് ഇതൊക്കെ പാകമാണ്. അപ്പം ഷൂസും അതുപോലെ തന്നെ നമ്മൾ പലതും നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഷൂസ്, റിങ്സ്, ക്ലോത്ത്സിനൊക്കെ പൊതുവെ പറയുന്ന ഫിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ കറക്റ്റ്, ദാറ്റ് മീൻസ് ദ കറക്റ്റ് സൈസ് ആൻഡ് ഷേപ്പ്, അത് വരുമ്പോഴാണ് ഫിറ്റ് ആവുന്നത്. അപ്പം ശരിക്ക് ഒട്ടി നിൽക്കുന്ന, കറക്റ്റായിട്ട് നിൽക്കുന്നതിനാണ്. ബട്ട് ദ പാൻസ് ഡോണ്ട് ഫിറ്റ് മീ, ഇറ്റ്സ് വെരി ടൈറ്റ്. പക്ഷേ എൻ്റെ ഫാൻറ് ഉണ്ടല്ലോ അത് ഭയങ്കര ടൈറ്റ്, അതെനിക്ക് ഫിറ്റ് ആവുന്നില്ല, ശരിക്കും പാകമാകുന്നില്ല എന്നാണ്. ഇപ്പോൾ രണ്ട് വേർഡാണ്, സ്യൂട്ടും ഫിറ്റും. ഫിറ്റ് എന്ന് പറഞ്ഞാൽ പാകമായ, അളവിലും ഇതിലൊക്കെ പാകമായതിന് ഫിറ്റ് എന്ന് പറയും. ഞാൻ ശരീരത്തിന് യോജിക്കുമ്പോൾ സ്യൂട്ട് എന്ന് ഉപയോഗിക്കും. ദെൻ യു സീ, ഐ ലൈക്ക് യുവർ ഹെയർ കട്ട്. അപ്പം മുടി മുറിച്ച ഒരാളോട് പറയണം, ഐ ലൈക്ക് യുവർ ഹെയർ കട്ട്, യുവർ ഹെയർ ലുക്സ് ഗ്രേറ്റ്. നിന്റെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. വേർ ഡിഡ് യു ഹാവ് യുവർ ഹെയർ കട്ട്? നീ എവിടുന്ന മുടി മുറിച്ച? ആ മുടി മുറിച്ചൊക്കെ നിന്റെ നല്ല മുഖത്തിന് യോജിച്ച രീതിയിൽ നന്നായിട്ട് മുടി വെട്ടിയിരിക്കുന്നു എന്നാണ്. അറ്റ് ദ A1 ഹെയർ ഡ്രസ്സസ്, A1 ഹെയർ ഡ്രസ്സസ് എന്നാണ് ഞാൻ മുടി മുറിച്ചത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരാളെ കോംപ്ലിമെന്റ് ഓർ കൺഗ്രാറ്റ്സിന് ഉപയോഗിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ടു കോംപ്ലിമെന്റ് ഓർ ഹൗ ടു കൺഗ്രാജുലേറ്റ് സംബഡി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.